തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനുകളിലെ വാർഡ് വിഭജനം അത് എല്ലാ തരത്തിലും LDFിന് അനുകൂലമാക്കാൻ വലിയ തോതിലുള്ള കള്ളക്കളി നടക്കുന്നു എന്നുള്ളത് KPCCയുടെ നിലവിലെ അധ്യക്ഷനായി ചുമതലയേറ്റ ശേഷം സണ്ണി ജോസഫ് മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യമാണ്. സണ്ണി ജോസഫിന് പിന്നാലെ അടൂർ പ്രകാശ് കൃത്യമായി വോട്ടർ പട്ടികയിലെ തിരിമറിയെക്കുറിച്ച് കൂടി സൂചിപ്പിച്ചപ്പോൾ CPIMന് വല്ലാതെ ബേജാറായി. ഇത് ഒരു പടി കൂടി കടന്ന് ഇപ്പോൾ കോൺഗ്രസ് സംയുക്തമായി ഒരു രാഷ്ട്രീയ നീക്കം നടത്താൻ തുടങ്ങിയിരിക്കുകയാണ്. അതായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു സന്ദേശ യാത്ര ആരംഭിക്കാൻ തയ്യാറെടുക്കുകയാണ്. സണ്ണി ജോസഫിൻ്റെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും. മുൻ KPCC അധ്യക്ഷനായ K. സുധാകരൻ ഉൾപ്പെടെ ഈ ചടങ്ങിൽ പ്രധാന പങ്ക് വഹിക്കും എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. CPIMനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മടയിൽ കയറിയാണ് യൂത്ത് കോൺഗ്രസ് വലിയ പ്രഹരം നൽകിയത്. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ വലിയ രീതിയിലുള്ള സംഘട്ടനത്തിലേക്ക് CPIM കോൺഗ്രസ് പോകുമായിരുന്ന വിഷയം അത് ഒരു പരിധിവരെ യൂത്ത് കോൺഗ്രസിൻ്റെ സമീപനം കൊണ്ട് ഒന്ന് മാത്രം അവിടെ പിടിച്ചു നിന്നു എന്നുള്ളതാണ്. മലമട്ടത്ത് വെച്ച് വലിയ രീതിയിൽ CPIM കയ്യേറ്റം ചെയ്യാൻ, അതും പോലീസിനെ മറയാൻ കയ്യേറ്റം ചെയ്യാൻ ശ്രമം നടത്തിയത് തകിടം മറിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം ചെയ്തത്. അതിനോടൊപ്പം CPIMൻ്റെ ജില്ലാ സെക്രട്ടറിയായ KK രാഗേഷിൻ്റെ കൊലവിളിയും അസ്ഥാനത്താവുന്ന സാഹചര്യമാണ് ഉണ്ടായത്. തങ്ങൾ ഒരു മൂട്ടയെ മാത്രമാണ് ഭയക്കുന്നത് എന്ന് പറഞ്ഞ് സെൽഫ് കോൾ അടിച്ച KK രാഗേഷിൻ്റെ ഗതികേട് ഓർത്താണ് രാഹുൽ മാങ്കൂട്ടം പുച്ഛിച്ച് തള്ളിയത്. ഇത് ഇപ്പോൾ ഒരു പടി കൂടി കടന്ന് കോൺഗ്രസ് സംയുക്തമായി എണ്ണയിട്ട യന്ത്രം പോലെ വാർഡ് തെരഞ്ഞെടുപ്പുകൾ ഏറ്റവും ഭംഗിയായി നടപ്പിലാക്കാൻ അവിടെ നടത്തുന്ന ക്രമക്കേടുകളും വോട്ടർ പട്ടിക തിരിമറിയെക്കുറിച്ചും വിശദമായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയായി നൽകുകയാണ്. അതായത് നമുക്കറിയാം, പാർലമെൻറ്റിലെ വോട്ടർ പട്ടികയല്ല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടിക. പല ആളുകളുടെയും പേര് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതും, അതുപോലെ തന്നെ മരിച്ചവരായ പല വോട്ടർമാരുടെയും പേരുകൾ നീക്കം ചെയ്യാതെ പല സ്ഥലത്തും കള്ളവോട്ട് വ്യാപകമായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നടക്കുന്നു എന്ന പരാതിയും ശക്തമായി കോൺഗ്രസ് ഉന്നയിക്കുകയാണ്. നമുക്കറിയാം, ഒരു വാർഡിലൊക്കെ 1-2 വോട്ടിൻ്റെ വ്യത്യാസത്തിൽ പല സ്ഥലത്തും ഭൂരിപക്ഷം നിശ്ചയിക്കപ്പെടാറുണ്ട്. മാത്രമല്ല, ഒരേ വോട്ട് കിട്ടിയ സ്ഥലങ്ങൾ വരെയുണ്ട്. ഉദാഹരണത്തിന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മണ്ണന്തല ഡിവിഷനിൽ ഒരേ വോട്ടായിരുന്നു വനജ രാജേന്ദ്രബാബുവിനും അനിൽകുമാറിനും ലഭിച്ചത്. ടോസ് ഇട്ടിട്ടാണ് CPIM സ്ഥാനാർത്ഥിയെ കൗൺസിലറായി പ്രഖ്യാപിച്ചത്. 2015 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നടന്ന സംഭവമാണിത്. ഇത്തരത്തിൽ പല സ്ഥലത്തുമുണ്ട്, ഒറ്റപ്പെട്ട സംഭവമല്ല. കേരളത്തിലെമ്പാടുമുള്ള കോർപ്പറേഷനുകളുടെ ഭരണം എന്ന് പറയുന്നത് അതിനിർണായകമാണ്. പ്രത്യേകിച്ചും ഏറ്റവും പ്രധാനപ്പെട്ട സിറ്റികൾ കേന്ദ്രീകരിച്ചുള്ള സ്ഥലങ്ങളിൽ തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി, തൃശ്ശൂർ, കോഴിക്കോട്, കണ്ണൂർ, ഇങ്ങനെയാണ് കോർപ്പറേഷൻ പരിധികൾ വരുന്നത്. ഇവിടെ തിരിച്ചു പിടിക്കാനാണ് കോൺഗ്രസ് സജ്ജമായി നിൽക്കുന്നത്.